അപ്പൊ ഗൈസ് നമ്മളിതാ കോഴിക്കോട് നിന്ന് മലപ്പുറത്തെത്തി. മലപ്പുറത്ത് നമ്മുടെ സായി ചേട്ടൻ്റെ കൂടെ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടാവാറില്ലേ, ഞാൻ കാണിക്കാറുണ്ട് വീഡിയോസിലൊക്കെ. ആ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അതിന് വന്നേക്കാണ്. അപ്പോൾ നമ്മളിതാ സീറ്റിൽ ആരും ഇല്ല, കാർ തുറന്ന് ഞാൻ കയറി നിന്നിട്ടുണ്ട്. സായി ചേട്ടൻ പുറത്ത് പോയിക്കാണ്. ഞാൻ വന്നിട്ട് കണ്ടിട്ട് തന്നെ ഇല്ല. കാറിലൊക്കെ ഇപ്പോൾ ഇവിടെ എവിടെയോ കൊണ്ട് തോന്നുന്നുണ്ട്. കാർ ഓപ്പൺ ചെയ്തിട്ട് നീ കയറിക്കോളാൻ പറഞ്ഞു. പേച്ചൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിക്ക എന്ത് ചെയ്യാ. എന്തോ ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാ. എനിക്കാണാവോ പോയേനെ. അപ്പം എന്തായാലും വരട്ടെ. ഓക്കെ, സിജു ചേട്ടനും ലിനു ചേച്ചി അവിടെ നിന്ന് വരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. സ്നേഹിച്ചിട്ട് വീട്ടിൽ നിന്ന് വരണം. ഇപ്പം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പോയി എടുക്കണം എന്നൊക്കെ പറയുള്ളൂ. എനിക്കറിയില്ല ഒന്നും കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ പോയിട്ട് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, കാർ തുറന്നിട്ടിട്ട് ഒരു കള്ളം കയറിയിട്ടുണ്ട്. എവിടെയായിരുന്നു കാർ തുറന്നിട്ട് പോയത്? ഞാൻ എന്റെ നാട്ടിലേക്ക് കാറൊക്കെ തുറന്നിട്ട് പോകാൻ പറ്റും. മലപ്പുറത്തുകാരൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ കട എന്ത് എടുക്കാൻ പറ്റും? സേഫ്റ്റി അതാണ്, ഞങ്ങളെ സെക്യൂരിറ്റി അതാണ്. സെക്യൂരിറ്റി ആരത്? നമ്മൾ ഇനി ജിത്തുബായി ബാക്കിലൊക്കെ വരുന്ന പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരും സ്റ്റേജിസ്റ്റോടേക്ക് നമ്മൾ ഫോട്ടോയുടെ ഗൈസ്. ഈ ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയ പുട്ട് തള്ളി. ഞാൻ കുറെ തള്ളൂടെ. സീക്രട്ട് ഏജന്റ് മിഠായി മേടിക്കാൻ കടയിൽ കയറിക്കാണ്. കുഞ്ഞു മനസ്സ് സൈസുണ്ട്. ഇപ്പോൾ എന്താ ഇടയ്ക്കൊക്കെ മിഠായി. പിന്നെ നമ്മുടെ അമ്മാന്റെ കുട്ടിക്ക് ലോലിപോപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. സായിച്ചേട്ടൻ ഇപ്പോൾ ഒരു എന്താ പറയാ, ഒരു അച്ഛനാവാനുള്ള ഒരു തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മാന്റെ നമ്മുടെ സ്നേഹിച്ചിട്ട് ചേട്ടന്റെ കുട്ടിയാണ് കേട്ടോ. നല്ല മോളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവളെ വീഡിയോയിലൊന്നും വരുമെന്നൊന്നും അറിയില്ല. ഞാൻ എന്നാലും കാണിച്ചു തരാം. ഓക്കെ, എത്തിയിട്ടില്ല. ജിത്തുബായി ബാക്കിലൊക്കെ വരാന്നുണ്ട്. എവിടെയാ ജിത്തുബായി? എവിടെ? ഹലോ, തന്നെ അമ്മാന്റെ കുട്ടിതാ. അമ്മാന്റെ കുട്ടിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. അമ്മാന്റെ എന്താണ് കേട്ടോ? അമ്മാന്റെ ഹായ് പറയോ, ഹായ് പറയോ, ഹായ് പറയോ. അമ്മാന്റെ എങ്ങനെ വരുമോ? അമ്മാന്റെ വരുമോ? ഇതാ അമ്മാന്റെക്ക് മിഠായി ചേട്ടൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിജോ ചേട്ടനും ലിനു ചേച്ചി എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിലാണ്. നമ്മള് കറക്റ്റ് സമയത്ത് എത്തുള്ളൂ. സാരി കൊടുത്തിട്ടാ ക്ഷീണിച്ചില്ലോ. ഓ, ജിമ്മിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഒരാളെ ഏപ്രിൽ 1 തീയതി ജിമ്മിന് പോകുന്ന അങ്ങനല്ല. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. 1.5 വർഷം മുമ്പ് ഞാൻ 1.5 വർഷം കൊണ്ട് മെല്ല് സെറ്റ് ആയതാണല്ലേ. അതവിടെ വേറെ ആൾക്കാര് നമ്മുടെ സ്നേഹമോൾ എന്താ? അയ്യോ, അമ്മന്റെ വയറിലെന്തിട്ടാ? അയ്യോ, അമ്മന്റെ വയറിലെന്തിട്ടാ? എന്താ നിങ്ങൾക്ക് എന്താ കാര്യം? ആരെ വിളിച്ചിട്ട് വന്നാ? ആരെ വിളിച്ചിട്ട്? ലിനുമോൾ വരൂ. മാത്രം വ്ലോഗ് എടുക്കുന്നില്ല. അമ്മേ ഹലോ. അമ്മൂമ്മനെ കാണിക്കണ്ട. അമ്മൂമ്മനെ കാണിക്കണ്ട. ഹലോ വരൂ. അമ്മാന്റെ ആരുടെ നീ വരില്ല? കോക്കു ആലപ്പുഴന്ന് ഒരു കോക്കു വന്നിട്ടുണ്ട് അമ്മാന്റെ. ആരാണ് കോക്കു? ആലപ്പുഴന്ന് കോക്കു പേതും. നമ്മളൊന്ന് കണ്ടോർമ്മ ബർത്ത്ഡേക്ക്. അതൊരു മിനിറ്റ്. ഇത് വെച്ച് തേച്ചാ മുഖത്ത് തിളങ്ങാൻ. ഭാര്യ എന്തോ തേച്ചൊന്നും നോക്കുന്നുണ്ട്. ഒന്നും തേച്ചില്ല. കാണിക്കണം. മിഠായി കളഞ്ഞു കൈസ്. അമ്മാന്റെ മിഠായി കളഞ്ഞോ? അയ്യോ, അങ്ങോട്ട് കളയോ? പുറത്തേക്ക് കളയോ? ഭാര്യ അവിടെ കയറിയിട്ടില്ലേ? കഴിക്കട്ടെ. നോക്കാൻ വേണ്ടിക്ക് നോക്കൂ. മിഠായി വേണോ അമ്മാന്റിക്ക്? മിഠായി വേണോ? കഴിച്ചോടാ. പിടിച്ചോളോ, കഴിച്ചോളോ. നിങ്ങൾ കൊടുത്തോക്കിയേ. സായിച്ചാൻ കൊടുത്തോക്കണ്ട കേട്ടോ. നോക്കട്ടെ, ഞങ്ങള് കൊടുത്തപ്പോ മേടിച്ചില്ല കേട്ടാ. മാമ. അയ്യോ, അമ്മാന്റിക്ക് മിഠായി വേണ്ടേ? കുട്ടിയുടെ മിഠായി ഞാൻ എടുത്തോണ്ടോട്ടെ. അതെ, കുട്ടിക്ക് കൺഫ്യൂഷനായി. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? കേറ് ജോസ്, കേറ് എന്നൊക്കെ. കുട്ടി മാമനെ മറന്നു. മാമനറിയോ? ഏതാ മാമൻ? കുട്ടിയുടെ മാമൻ എവിടെയാ? അറിയോ? ഇതാണോ മാമൻ? സായി മാമ എവിടെയാ? അയ്യോ, നോക്കണ്ട് മാമനെ. മാമൻ വിളിച്ചു നോക്കു. വരില്ലേ കുട്ടി? ഞാൻ അങ്ങനെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഞാൻ നീക്കട്ടെ ഇവിടെ നന്ദനാസി ഇവിടെ ഖരാവോ ചെയ്യുന്നു. നന്ദനാസി ആ കുഞ്ഞിനെ ഇങ്ങനെ കഴിക്കുന്ന ആളല്ലേ? ഖരാവോ ചെയ്യുന്നു. ഖരാവോ ഇതറിയില്ല ഇപ്പൊ. ആരും വിളിക്കൂല. മാമ എവിടെയാ? ഷായി മാമ എവിടെയാ? ക്യാമറ ഒന്നല്ല ഇപ്പൊ എല്ലാരും. ക്യാമറ മാറ്റട്ടെ, നിങ്ങളുടെ ബ്ലോഗ് അവസാനിപ്പിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്നേഹിച്ച അടുക്കളയിൽ കയറുന്നത് അതൊന്നും കാണിക്കില്ല. അടുക്കളയിൽ കയറാണ്. പണിയെടുക്കണോ? അതെ. എന്താണ് ചെയ്യാൻ? ആർക്കാണത്? ഞാൻ ഉപ്പിട്ടിട്ടേ കുടിക്കൂ. അതെ, ഞാൻ ഷുഗർ ഡയറ്റ് ആണ്. ഇവിടെ സ്നേഹിച്ചിട്ട് സുന്ദരിയായ അമ്മയുണ്ട്. ഞാൻ കാണിക്കും. ഓണം ഉണ്ടാക്കാൻ കാണിക്കുന്നില്ല. അതിൽ പിടിഞ്ഞാൽ മതി. അതിലൊക്കെ പിടിക്കാം. കണ്ട എനിക്ക് അവർക്കൊക്കെ ചില്ല് ക്ലാസ്സില്ല, എനിക്ക് മാത്രം സ്റ്റീൽ ക്ലാസ്സില്ല. എന്ത് നിയമം അവിടെ അവർക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. അത് അത്രേ ഉള്ളൂ. മധുരമുള്ളതൊന്നും കഴിക്കില്ല. അപ്പൊ ഓ, നിങ്ങള് ജിമ്മിന് വന്നിട്ട് പോയി തുടങ്ങിയിട്ടില്ലേ? നോക്കൊക്കെ എത്ര മാസമായി? പറ സൗദാന്ന്. സോഡ കഴിക്കുമ്പോൾ ആ ഫീൽ ഉണ്ടല്ലോ. ഇതിന്റെ കൈപുള്ളിയല്ലോ എന്റെ വയറ് കടെടുത്തിട്ടാണോ ആലപ്പുഴയിൽ നിന്ന് വന്നാണേ? മുതുകത്ത് പാവം. ഇതിന് വെജിറ്റേറിയൻ ആണ്. ഇതിനൊന്നും മേടിച്ചു കൊടുക്കാണ്ട് സ്വന്തമായിട്ട് ഇരുന്ന് കഴിക്കുക. റിവീൽ ചെയ്തിട്ടില്ല ഞാൻ. എന്റെ പാവനെ കാണിച്ചത്. അതാരുടെ പാവ? അമ്മന്റെ പാവി നോക്കട്ടെ. ചേച്ചി കാണിച്ചു തരുവോ? ഹായ്, നല്ല പാവയാണല്ലോ. ആണ്ടിക്ക് തരുവോ? ഇല്ലല്ല. ഓക്കെ, കുട്ടി എടുത്തോളോ. തലക്കടിക്കും ദൈവം. അയ്യോ, തലൂരി. തലൂരിയോ? അമ്മന്റെ കുട്ടി നോക്കൂ. എവിടേക്ക് നോക്കൂ. ധാരാ അമ്മന്റെ സുന്ദരിയാണോ? അമ്മന്റെ സുന്ദരിയല്ലേ? അമ്മന്റെ പാട്ട് പാടുവോ? അങ്ങോ എന്നെ കൊള്ളിൽ പാടുവോ? ചേച്ചിക്ക് ഞാൻ പാടട്ടെ. അപ്പൊ ഞാൻ പാടട്ടെ. അമ്മാന്റെ ആരുടെയാ? അമ്മേന്റെ നല്ല എനിക്ക് തരുവോ? നോക്കട്ടെ. കാണിച്ചു തരുവോ? ആ, ചീർപ്പുണ്ടോ? ഇരി കൊടുക്കുവോ? മുടി ഇരി കൊടുക്കുവോ? ഓ, നല്ല ഭാവിയാണല്ലോ. ചേച്ചിട്ട് തരുവോ? എന്താ ചെയ്യാതെ സന്ദീപ് ചേട്ടൻ ഭാര്യ ഇങ്ങനെ വലുതാക്കി കൊണ്ടിരിക്കുകയാണ്. അമ്മന്റെ ഇട്ട് കാണിച്ചു തരുമോ? ഇതാ ഇട്ട് തരുമോ? അടിപൊളി. അമ്മന്റെ നോക്കൂ. മുടിയിലാണോ? ചേച്ചിയുടെ കൂടെ വരുമോ? പോവാം, നമുക്ക് കോഴിക്കോട് പോവാം. വരുന്നില്ലേ? അമ്മനെ കൊണ്ടോട്ടെ. ആലോചിക്കുക വേണോണ്ടിരുന്നു. പോട്ടെ ചേച്ചി. മമ്മ വരുന്നുണ്ടോ? ഞാൻ വരട്ടെ. ഓക്കെ, ബൈ ഗൈസ്. വേണ്ടാന്ന്. ഓക്കെ, എനിക്ക് അമ്മാന്റെ മുടി തരുന്നുണ്ട് കേട്ടോ. അമ്മന്റെ മുടി തരുമോ? ആ, നല്ല രസമുണ്ട് കേട്ടോ. നോക്കൂ, സുന്ദരിയായോ അമ്മന്റെ ചേച്ചി? ആ, സുന്ദരിയുണ്ടേ. ദൈവമേ. ആ, നീ മതി. നീ ചേച്ചി തരട്ടെ. ഓക്കെ, ഗുഡ് ഗേൾ. ആന്റി വേണ്ട, ചേച്ചി മതി. ഇത് അമ്മുമ്മ, ഇത് വല്യമ്മ, ഞാൻ ചേച്ചി. അല്ല അമ്മന്റെ അമ്മൻ സുന്ദരിയാണോ? നോക്കുവോ. അമ്മൻ സുന്ദരിയാണോ? അയ്യോ, ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് എന്താന്നറിയില്ല. അമ്മൻ ചേച്ചി സുന്ദരിയാണോ? അല്ല, പറയൂ. ഞാൻ സുന്ദരി കുട്ടി പറഞ്ഞു തരും. ആന്റെ സുന്ദരിയാണോ? സ്നേഹിച്ച് സുന്ദരിയല്ലാന്ന്. അല്ല, ഞാൻ സുന്ദരിയല്ലേ? ചേച്ചി സുന്ദരിയല്ല അമ്മന്റെ? എനിക്ക് സ്വർഗത്തിലോ ചേച്ചി സുന്ദരിയല്ലേ? നന്ദു ചേച്ചി സുന്ദരിയല്ലേ? പിടിച്ചെന്നെ അങ്ങോട്ട് കുട്ടിക്ക്. അല്ല അമ്മന്റെ വ്ലോഗില് കാണാന്റെ. അമ്മന്റെ വ്ലോഗ് കണ്ടോളൂട്ടാ. ചാടുന്നുണ്ട് കേട്ടോ അമ്മന്റെ പാട്ട് വിടുക. അങ്ങ് വാനക്കോ പാടുവോ അമ്മന്റെ? അമ്മാന്റെ പാടുന്നില്ല ഗൈസ്. ഞാൻ ഇവിടെ ഇരുന്ന് നിലത്ത്. നമുക്ക് പോവാ ചേച്ചി. അരിപ്പാട് ആണോ? അരിപ്പാട് ചവിട്ടില്ല അല്ലേ കുട്ടി? അമ്മന്റെ നല്ല കുട്ടിയാ. അല്ല അമ്മന്റെ നല്ല കുട്ടിയല്ലേ? ഇതിനെ പഠിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ വൃത്തിയായിട്ട ഭാഷയൊക്കെ. ഇല്ല, കണ്ടാ കുട്ടീനെ ഇഷ്ടായി. ഒന്നും പറയില്ല. കയ്യിലെടുത്തു ഞാൻ കുട്ടീനെ. ഇല്ലല്ലേ? അതൊക്കെ അടിക്കും. എല്ലാം കൂടി അടിക്കും.
ഇവിടെ വന്നപ്പോ ഇങ്ങനെയല്ലേ നിങ്ങള് എന്റെ കപ്പിടിച്ചടിക്ക് 40,000 രൂപയുടെ തന്നെ അറിയോ സ്പ്രേ അല്ലല്ലോ ഞാൻ അടിച്ചാലും സ്വന്തമായി തന്നില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ സ്വന്തമായി തരുന്നില്ലല്ലോ അല്ലേ. കുറെ നേരം ഞാൻ ഒരുങ്ങി കെട്ടി ഇവിടെ ഇരിക്കുന്നു. ഇവര് വരുന്ന കാണാല്ലേ. ഇപ്പൊ എനിക്ക് 12:30 തിരിച്ചു പോകേണ്ടത്. ഇപ്പൊ തന്നെ 12:15. ഞാൻ ഇങ്ങനെ പോ സാധിച്ചിട്ട് ഈ കുമ്പിടിയുടെ പോലെ മുടി കെട്ടിച്ചിട്ട് എങ്കടാ ഒരു കാര്യം പറയണ്ട. ആ ഗിഫ്റ്റ് അങ്ങോട്ട് ഗൈസ്. ആ കാറിൽ നിന്ന് ഞാൻ നമ്മുടെ ജിത്തുബോയുടെ കാറിലേക്ക് കയറിയിട്ടുണ്ട്. അവരെത്തുമ്പോ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് എത്തുമ്പോ നേരെ വൈകുന്നേരം നന്നായിട്ട് എനിക്കറിയാം. എനിക്ക് 2 മണിക്ക് അവിടെ എത്തണം. ജിത്തുബോയി ആദ്യമായിട്ട് കാർ ഓടിക്കണ ഞാൻ കാണുന്നത്. എങ്ങനെ പോയത്? അപ്ലോഡ് ചെയ്തിട്ടില്ല. ശരിയല്ലേ, മറന്നു. എനിക്ക് എണ്ണം വെച്ചാ മുഖം എണ്ണം വെച്ചു. ആ അച്ഛൻ്റെ എണ്ണം വെച്ചിട്ടുണ്ട്. ജിമ്മിന് പോലും നിർത്തി തോന്നുന്നുണ്ട്. അപ്പളേക്കും എണ്ണം വെച്ച് കൂടിയില്ലേ തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് മാറ്റം തോന്നുന്നുണ്ട്. എന്താ ചെയ്യാ, വണ്ടി ഇവിടെ പറപ്പിച്ചത്. ഹെവി ഡ്രൈവറാ, ഹെവി ഡ്രൈവർ. കുറെ നാളെ ജിത്തുബാനാണ് ടിപ്പിളാട്ട കാണണം. എനിക്ക് എന്റെ കോഴിക്കോട് എത്തിയില്ലെങ്കിൽ ജിത്തുബാൻ അവിടെ നിന്ന് പോകും. ലാസ്റ്റ് ജിത്തുബായി കൊണ്ടാക്കാന്നൊക്കെ അങ്ങനെ പറയുന്നില്ല. എന്ത് മനുഷ്യനാണ്. അതെ, കൊണ്ടാക്കുന്നില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക്. എന്തായി വീട് പണിയൊക്കെ? വീട് പണി കഴിഞ്ഞ് കല്യാണാലോചന നോക്കുന്നുണ്ട്. ജിത്തുബായിക്ക് സുന്ദരിയും സുമുഖിയും ആയ പെൺകുട്ടികളെ ആലോചിക്കുന്നുണ്ട് അല്ലേ? അതെ 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 അതെ. നമ്മള് പോട്ടെ കൈസ്, അവിടെ എത്തിട്ടോ. ഓക്കെ. ഇതിൽ പോണ ആൾക്കാർ ഭയങ്കര മോശമായിട്ടാണ് വണ്ടി ഓടിക്കണേ. സീക്രട്ട് ഏജന്റ് ആണല്ലേ കാറില്? അതെ, അതാന്ന് തോന്നുന്നു. നമ്പർ കണ്ടിട്ട് എന്ത് മോശമായിട്ട് വണ്ടി ഓടിക്കണേ. ആ ബൈക്കാരൻ നല്ലതുണ്ടോ? ബൈക്കാരൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒമ്പോ പാഞ്ഞു പോണത് അങ്ങോട്ട് പറഞ്ഞു കേട്ടോ നീ. ആ ഉള്ള വന്ന പവർ നീ എന്നയ്യാറ് കണ്ണാപ്പി. ആ കണ്ണാപ്പി കറച്ചു പോട്ടാ. അയ്യോ സ്പീഡില് കൊണ്ടിട്ട് ഗൈസ് എട്ടിച്ചു. ഇത് ഭയങ്കര അഴഞ്ഞോ? വേണ്ട അഴഞ്ഞാ മതി. എന്താടാ ഇത്? എന്താ മനുഷ്യ ഇങ്ങനെ? വണ്ടി ഓഫായി. നമ്മൾ എന്ത് ചെയ്യുമല്ലേ പരിപാടിക്കാണ് പോണത്, അല്ലാണ്ട് മോർച്ചറിക്കല്ല. എനിക്ക് അവിടെ എത്തിയിട്ട് സാഹചര്യം കാണാനില്ലല്ലോ. ഇൻഡിക്കേറ്റർ ഇപ്പോ ഇങ്ങനെ കൊണ്ട് കുഴിയിൽ ചാടിക്കും ഗൈസ്. എന്തായാലും ഇനി ആണോ കൃഷ്ണ കൃഷ്ണ അതെ, ഇത് ബ്രേക്കില്ല. ഇതൊക്കെ ഇയാള് നിന്ന് മാറാത്ത ചേട്ടാ. നമ്മളവിടെ അത് എത്തും സ്വർഗലോകത്ത്. നല്ല വഴി കൂടെ പോണം അല്ലേ? അടിപൊളി. ഹലോ അറിയോ അറിയോ ചേച്ചി എല്ലാരും മാച്ചിലാണല്ലോ. വിളിക്കാതെയും പറയാതെയൊക്കെ വരുന്നവര് വലിഞ്ഞു കയറി വരുമ്പോ അങ്ങനെയാണ്. ആദ്യം കേറിയിട്ട് സമ്മാനം പെട്ടെന്ന് സമയമില്ല. എനിക്ക് കുറച്ച് സമയമുണ്ട്. സമയം തീരില്ല. എനിക്ക് കുറെ പരിപാടികളുണ്ട്. എന്തൊക്കെ ഒന്നും തീരില്ല. ചേട്ടൻ പൊളിച്ചിട്ട് വേണം. ചൂട് ബിരിയാണി നമ്മളത് അവിടെ വന്നിട്ട് ബിരിയാണി സമയം തീരിണ്ടായിരുന്നില്ല. പക്ഷെ ബിരിയാണി കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ബിരിയാണി ഞാൻ കഴിക്കാം. ഒന്ന് ഷെയർ ചെയ്യും, ഒന്ന് കഴിക്കണം ഇല്ലേ? ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യരില്ല കഴിക്കാനായിട്ട്. നന്ദനാസി അതിന്റെ ഇടക്ക് വന്ന ഒരു പ്ലേറ്റ് മൊത്തം ചിക്കൻ എടുത്ത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നന്ദനാസിയുടെ കേക്ക്. നന്ദനാസി മനുഷ്യന്മാരായ കുറച്ചെങ്കിലും കുറച്ച് കഴിക്കടി, കുറച്ച് അതില്ല. ഇനി ഇവിടുന്ന് നേരെ അടുത്ത കാലങ്ങളിലെങ്കിലും പോകാൻ പോകുന്നത്. അവിടെ ഫുഡില്ലേ?
എന്താ അവിടെ കഴിക്കാത്തത്? അങ്ങനെ എൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകണം ഗൈസ്. വീട്ടിലേക്കല്ല, കോഴിക്കോട് കാണിട്ട് പോകണം. കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.